താണിക്കുടത്തെ പുഴ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് 6 കോടി രൂപ ചെലവിൽ ഒരുപക്ഷെ ഈ നാട്ടിൽ ഇനി ഒരു പ്രളയവും ഉണ്ടാകാൻ പാടില്ലാത്ത വിധം അതിരുകെട്ടി വൃത്തിയോടെ മണലെടുത്ത് അതിൻ്റെ പുറംപോക്കുകൾ മുഴുവൻ പിടിച്ച് ഒരു പക്ഷേ ഭഗവതി നേരിട്ട് അങ്ങോട്ട് പോകാതെ ഇങ്ങോട്ട് വന്ന് ആറാട്ട് നടത്തുന്ന താണിക്കുടം ഭഗവതി ക്ഷേത്രത്തിനോട് ചേർന്നും അതിൻ്റെ ഐശ്വര്യമായും അതിമനോഹരമായി ഒഴുകുന്നൊരു പുഴയായി താണിക്കുടം പുഴ മാറുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഇങ്ങനെ തുടങ്ങിയാൽ രാവേറെ എടുത്തു പറഞ്ഞാലും തീരാത്ത വിധം വികസന പ്രവർത്തനങ്ങളുടെ ഒരു പുതുധാര നമ്മുടെ മുമ്പിലുണ്ട്. എന്നോട് വ്യക്തിപരമായി ഈ പഞ്ചായത്ത് ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതിയുടെ ബാലൻസ് ഷീറ്റ് എന്ത് എന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ട് പറയുക ഈ വികസന പ്രവർത്തനങ്ങളൊന്നുമായിരിക്കില്ല. ഞാൻ ഉറപ്പായിട്ട് പറയുക ഈ വികസന പ്രവർത്തനങ്ങളൊന്നുമായിരിക്കില്ല. ഇന്ന് മാതൃഭൂമി പത്രത്തിൽ നമ്മുടെ ബഹുമാന്യയായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റിനെ കുറിച്ച് ഒരു കുറിപ്പുണ്ട്, കരളലിയിക്കുന്ന ഒരു കുറിപ്പ്. കമ്മ്യൂണിസ്റ്റുകാർ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ അധികാര കേന്ദ്രങ്ങളിൽ വന്നാൽ വരുന്നതും ഇറങ്ങിപ്പോകുന്നതും എങ്ങനെയായിരിക്കും എന്ന് മാതൃഭൂമിക്ക് പക്ഷെ മനസ്സിലായിട്ടുണ്ടാകില്ല. പക്ഷേ ഈ നാട്ടിലെ ഇടതുപക്ഷത്തിനും കമ്മ്യൂണിസ്റ്റുകാർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, സഖാവ് PS വിനയന്റെയും ഇപ്പോൾ സഖാവ് ഇന്ദിരാമോഹന്റെയും നേതൃത്വത്തിൽ 10 വർഷക്കാലം ഈ മാടക്കത്തറ പഞ്ചായത്തിനെ ഭരിച്ച ഭരണസമിതിക്ക് 2 ഭരണങ്ങൾ അവസാനിച്ച് പുതിയ ഭരണത്തിലേക്ക് കാലെടുത്തു കുത്താൻ നിൽക്കുന്ന ഈ തിരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ മുഹൂർത്തത്തിൽ എന്തുണ്ട് ബാലൻസ് ഷീറ്റ് എന്ന് ചോദിച്ചാൽ അഭിമാനത്തോടെ ഞാൻ പറയുക, ശുദ്ധമായ കൈകളുമായി ഇറങ്ങിയാൽ ഭരണം നടത്താൻ തീരുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ മുന്നണിയുടെ പേരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് ഈ നാട് അംഗീകരിച്ച ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമായി മാറിക്കഴിഞ്ഞു. രാഷ്ട്രീയ പ്രശ്നങ്ങളെല്ലാം സഖാവ് സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ ഇനി വിശദമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കും വിശദമായിട്ടുള്ള പ്രസംഗത്തിലേക്കും പോകുന്നില്ല. കേരളം ഒരു നവകേരളത്തിലേക്ക് പോവുകയാണ്. നവകേരളം എല്ലാവർക്കും ഭൂമിയുള്ള നവകേരളമാണ്. ആ നവകേരളം എല്ലാവർക്കും വീടുള്ള നവകേരളമാണ്. ആ നവകേരളം എല്ലാവർക്കും കുടിവെള്ളവും എല്ലാവർക്കും വെളിച്ചവും എല്ലാവർക്കും ആരോഗ്യവും എല്ലാവർക്കും വിദ്യാഭ്യാസവും നൽകുന്ന നവകേരളമാണ്. കേരളത്തിൽ ഇന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് അവൻ ഒരുപക്ഷെ ലോകത്തിൽ അത്ഭുതങ്ങളായിട്ടുള്ള വിഷയങ്ങൾ പറയാൻ പറ്റിയേക്കും. നമ്മുടെ ഗവൺമെന്റ് ഉണ്ടാക്കി കൊടുത്ത സ്മാർട്ട് ക്ലാസ് റൂമുകൾ അടക്കം നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ആധുനിക ലോകത്തിന്റെ അത്ഭുതങ്ങളെ കണ്ടു പഠിക്കാൻ അവസരമുള്ള കുട്ടികളായിരിക്കാം. പക്ഷെ ഞാൻ വെല്ലുവിളിച്ച് ഈ മാടക്കത്തറക്കാരോട് പറയുന്നു, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 10 വയസ്സായ ഒരു കുട്ടിയോട് ഒരു ചോദ്യം ചോദിച്ചാൽ അവൻ ഉത്തരം പറയാൻ പറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ആ ചോദ്യം മറ്റൊന്നുമല്ല, ആ 10 വയസ്സുള്ള ഒരു കുട്ടിയോട് പവർ കട്ട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഉത്തരം എഴുതേണ്ടി വന്ന ഒരു കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നാടിന് സമ്മാനിച്ചതല്ലേ? മറ്റതെന്തായിരുന്നു? സീരിയൽ കാണാനിരിക്കുമ്പോൾ അമ്മാമ്മമാരൊക്കെ ശപിക്കുന്ന ഒരു കേരളം ഉണ്ടായിരുന്നു. വിശേഷാൽ പ്രതി എന്ന് പറഞ്ഞിട്ട് പരസ്യം കൊടുക്കും. SSLC പരീക്ഷ ആരംഭിച്ചാൽ 10 ദിവസത്തേക്ക് പവർ കട്ട് ഉണ്ടായിരിക്കുന്നതല്ല ഒരു വലിയ സംഭവമാണ്. ഇന്ന് പവർ കട്ട് എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു കേരളം ഉണ്ടായില്ലേ? എന്നിട്ട് നമ്മളെ പേടിപ്പിക്കാൻ നോക്കുകയാണ്. നമ്മളെ പേടിപ്പിക്കാൻ നോക്കുകയാണ്. ED നോട്ടീസ് അയച്ചു. ആർക്ക്? കിഫ്ബിക്ക്. അയ്യോ, ഭയങ്കര സംഭവമായി പോയി. നമ്മുടെ MP ആണെങ്കിൽ ചെറിയ കാര്യങ്ങളൊന്നും പ്രഖ്യാപിക്കാറില്ല. എയിംസ്, ഫോറൻസിക് ലാബ്, IIT, റെയിൽവേ സ്റ്റേഷൻ, വിമാനത്താവളം. സത്യത്തിൽ ഒരു ഹൈമാസ് ലൈറ്റ് പോലും ഈ മാടക്കത്തറയ്ക്ക് കിട്ടിയിട്ടില്ലെങ്കിലും പ്രഖ്യാപനത്തിൽ ഒരു കുറവില്ല. എന്നിട്ട് ഈ കേന്ദ്ര ഗവൺമെന്റ് ഇതൊന്നും തന്നില്ലെങ്കിലും എല്ലാ നിയോജക മണ്ഡലങ്ങൾക്കും ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും തരുന്ന ചില ബ്രാഞ്ചുകളുണ്ട്. EDയുടെ ബ്രാഞ്ച് എല്ലാ നിയോജക മണ്ഡലത്തിലേക്കും തരും. CBIയുടെ ബ്രാഞ്ച് എല്ലാ നിയോജക മണ്ഡലത്തിലേക്കും തരും. എൻഫോഴ്സ്മെന്റ് ആവശ്യത്തിന് വാഹനങ്ങൾ എല്ലാ നിയോജക മണ്ഡലത്തിലേക്കും തരും. ഞാൻ ചോദിക്കട്ടെ, 10 കൊല്ലമായില്ലേ നിങ്ങൾ EDയെ കാണിച്ച്, CBIയെ കാണിച്ച്, എൻഫോഴ്സ്മെന്റിനെ കാണിച്ച്? കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, 2 മന്ത്രിസഭയിലെ ഞങ്ങളുടെ മന്ത്രിമാരെ എന്തെല്ലാം പറഞ്ഞു നിങ്ങൾ ഭീഷണിപ്പെടുത്തി? EDയുടെ പേര്, CBIയുടെ പേര്, എൻഫോഴ്സ്മെന്റിന്റെ പേര്.
കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം ആറാട്ട് നടത്തിയിട്ടും ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കം ഒരു മന്ത്രിയെ പോലും നിങ്ങൾക്ക് തൊടാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഈ ഭൂമി മേടിച്ചതും വികസനം നടത്തിയതും നിങ്ങൾ നോട്ടീസ് അയക്കുന്ന ഒരു കുറ്റമാണെങ്കിൽ, ഈ കേരളത്തിലെ കിഫ്ബി എന്ന പ്രസ്ഥാനം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾ നോട്ടീസ് അടിക്കുക ഒരു കുറ്റമാണെങ്കിൽ, ആ 92,000 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്തിയ കുറ്റം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങൾ ഇനിയും അത് തുടരും. അതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. 2000 രൂപയുടെ പെൻഷൻ, 1600 രൂപയുടെ കുടിശ്ശിക, 3600 രൂപ പോക്കറ്റിലാക്കിയിട്ട് ഒരു വൈകുന്നേരമൊക്കെ ഇപ്പോ കുടുംബയോഗത്തിന് പോയാൽ കൈമാസ് ലൈറ്റ് കത്താത്ത സ്ഥലത്ത് പോലും അമ്മാമ്മമാര് ചിരി കൊണ്ട് കൈമാസ് ലൈറ്റ് ഉണ്ടാക്കുകയാണ്. എല്ലാവരുടെ കയ്യിലും കാശാണ്. കേരളത്തിലെ ഗവൺമെന്റിനെ മുണ്ടുപൊക്കി കാണിച്ച് ചീത്ത പറയാൻ കോൺഗ്രസ് അവതരിപ്പിച്ചിട്ട് പിന്നെ കോൺഗ്രസിന്റെ ചീത്ത പറഞ്ഞ് BJP പോയ മറിയ കുട്ടിച്ചാടത്തേക്കും കിട്ടിയിട്ടുണ്ട് ഇത്തവണ 3600 രൂപ. വക്കു പൊട്ടാതെ കയ്യിൽ ഒരു പ്രയാസമില്ല, കൃത്യം കിട്ടിയിട്ടുണ്ട്. 3600 രൂപ ഒറ്റയടിക്ക് കൊടുക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പിനല്ല. അടുത്ത മാസം ക്രിസ്തുമസും ന്യൂ ഇയറും ഉള്ളതുകൊണ്ട് 2000 രൂപ ഡിസംബർ 15 ആകുമ്പോഴേക്കും കേരളത്തിലെ മനുഷ്യരുടെ കൈകളിൽ എത്തിക്കാനുള്ള പണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ തെരഞ്ഞെടുപ്പിനിടയിലും കൊടുത്തു. 35-നും 60-നും ഇടയിൽ പ്രായമായ നമ്മുടെ സ്ത്രീകൾക്ക് 1000 രൂപ അവർ ഈ നാടിന് വേണ്ടി നൽകുന്ന സേവനം കൂടിയാണ്. കുടുംബത്തിനകത്ത മെഴുകുതിരിയായി നിന്നൊരു നാട് ജ്വലിപ്പിച്ചു സ്വയം കത്തിയെരിയുന്ന സ്ത്രീകൾ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, ഇപ്പൊ അമ്മാമ്മമാർക്കാണ് കച്ചവടം. ഉത്സവത്തിന് പോകണമെങ്കിൽ മക്കൾ അമ്മാമ്മമാരുടെ ഒപ്പേ പോകൂ, സ്കൂളിൽ പോകണമെങ്കിൽ അച്ചാച്ചന്മാരുടെ ഒപ്പേ പോകൂ. അമ്മയുടെ കയ്യിൽ കാശില്ല, കാശുള്ളത് അച്ചാച്ചന്റെയും അമ്മാമ്മയുടെയും കയ്യിലാണ്. ആ സ്ത്രീ ഒറ്റയ്ക്കല്ല. 35-നും 60-നും ഇടയിൽ പ്രായമായ ഒരു വീടിനകത്ത വീടിന്റെ ഐശ്വര്യമായി അവിടെ നിന്നുരുകി ഒരു വീടിനെ ആകെ പ്രകാശജ്വാലയാക്കുന്ന സ്ത്രീയെ കുറിച്ച് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഓർത്തിട്ടുണ്ടെങ്കിൽ ആ ഗവൺമെന്റിന്റെ പേര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്നാണ്. അതുകൊണ്ടാണ് ഡിസംബർ മാസം മുതൽ മഞ്ഞ പിങ്ക് കാർഡുകളിൽപ്പെട്ടവർക്ക് 1000 രൂപ അവരുടെ പ്രവർത്തനത്തിലേക്ക്, വീട്ടമ്മ എന്ന നിലയിലെ പ്രവർത്തനത്തിലേക്കുള്ള ഗവൺമെന്റിന്റെ അംഗീകാരം. അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഈ വികസന പ്രവർത്തനങ്ങളുടെ പുതുധാര നമുക്ക് തുടരാനുള്ള തിരഞ്ഞെടുപ്പാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ വാർഡുകളിൽ വികസനത്തിന്റെ വെളിച്ചം എത്തിക്കാൻ കഴിയുന്ന അതിമനോഹരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി നമ്മുടെ മാടക്കത്ര തുടരാൻ ആവശ്യമായ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി ജില്ലാ പഞ്ചായത്തിലേക്ക്, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക്, ഗ്രാമപഞ്ചായത്തിലേക്ക്, യഥാർത്ഥത്തിൽ മാടക്കത്രയുടെ വിജയം അതാണ്. ഗ്രാമപഞ്ചായത്ത് അതിന്റെ ഡിസൈൻ തയ്യാറാക്കും. ബ്ലോക്കും ജില്ലയും സർക്കാരും MLAയും തയ്യാറാക്കപ്പെട്ട ഡിസൈനുകളിലേക്ക് ആവശ്യമായി അവർക്ക് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ നിക്ഷേപിക്കേണ്ട തുക ഉൾപ്പെടെ നിക്ഷേപിക്കും. ആ ദീർഘവീക്ഷണം നമുക്ക് ഈ 4 ഘടകങ്ങളിലൂടെ തുടരാനാകണം. ഡിസംബർ 13-ന് തിരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോ മാടക്കത്രയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഒല്ലൂക്കര ബ്ലോക്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, തൃശൂർ ജില്ലാ പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ കേരളത്തെ ഭരിക്കാൻ 3ാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന വലിയ സങ്കല്പത്തിലേക്ക് ഈ നാട് പോകട്ടെ. എല്ലാവർക്കും അഭിവാദനങ്ങൾ. ലാൽസൻ.